ഹലോ ഫ്രണ്ട്സ്, SSC സിംപ്ലിഫൈഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു സൈറ്റ് പരിചയപ്പെടാൻ പോവാണ്. നമ്മുടെ സ്റ്റഡി പ്ലാനിന് മുന്നേ ഒരു സൈറ്റ് പരിചയപ്പെടാം. നമ്മളുടെ ഗവൺമെന്റ് എക്സാംസ് ഒക്കെ നോട്ടിഫിക്കേഷൻ വരുന്ന അതിന്റെ എക്സാംസിന്റെ ഒരു അപ്ഡേറ്റും വരുന്ന ഒരു സൈറ്റാണ്. അപ്പോൾ നമ്മൾ ആ സൈറ്റ് ഒന്ന് പരിചയപ്പെടാം. എന്നിട്ട് നമുക്ക് സ്റ്റഡി പ്ലാൻ ഡിസ്കസ് ചെയ്യാം. സൈറ്റ് സർക്കാരി exam.com കണ്ടോ? ഇതാണ് സൈറ്റ് സർക്കാരി exam.com. ഓക്കെ, ഈ സൈറ്റ് എടുക്കുമ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും റിസൾട്ട് ഉണ്ട്, അഡ്മിറ്റ് കാർഡ് ഉണ്ട്, ടോപ്പ് ഓൺലൈൻ ഫോം ഉണ്ട്. ഈ ഓൺലൈൻ ഫോം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ എക്സാംസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, പിന്നെ ആൻസർ കീ, അഡ്മിഷൻ ഫോം, അങ്ങനെ ഒരുവിധം നമ്മളുടെ ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന എല്ലാ ഇതിൽ തന്നെ വരാറുണ്ട്, പിന്നെ എല്ലാ അപ്ഡേഷനും. ഓക്കെ, നമ്മളിപ്പോൾ റെയിൽവേ അപ്ലൈ ചെയ്യാനുണ്ട് 2 എക്സാം, അണ്ടർ ഗ്രാജുവേഷനും അതുപോലെ തന്നെ GD ഉണ്ട്. ഇതൊക്കെ എല്ലാവരും കൊടുത്തിടുക. എക്സാം വരുമ്പോഴത്തേനും നമ്മൾ അത്യാവശ്യം ടോപ്പിക്ക് കവർ ആവും, നമുക്ക് നല്ലൊരു പെർഫോമൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും അപ്ലൈ ചെയ്ത് പോവാ. ഞാൻ ഓരോ എക്സാം വരുമ്പോൾ ഞാനിവിടെ പറയാം, അപ്പൊ നിങ്ങൾ അതനുസരിച്ചിട്ട് അപ്ലൈ ചെയ്ത് പോവാ. ഇതിന് കുറച്ച് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പൊ അവസാനത്തേക്ക് നിൽക്കാതെ ഓൾമോസ്റ്റ് ഇത് ഡേറ്റ് ആയി, ഇതിന്റെ 13, 20 ഡേറ്റ്. അപ്പൊ ഇപ്പൊ തന്നെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് അപ്ലൈ ചെയ്യാം. ഇനിയിപ്പോ ഇതിൽ നമ്മൾ NTPC എടുക്കുമ്പോൾ ഇതിൽ പറയുന്നുണ്ട് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത്, ലാസ്റ്റ് ഡേറ്റ് എന്നാണ്, ഓരോ കാറ്റഗറി ഫീസ് എത്ര, ഏജ് ലിമിറ്റ് എത്ര, അങ്ങനെ. പിന്നെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യേണ്ട ലിങ്കും നോട്ടിഫിക്കേഷൻ ലിങ്കും എക്സാം പാറ്റേൺ സിലബസ് എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് എല്ലാവരും സെർച്ച് ചെയ്യുക. ഇവിടെ കൊടുത്തിട്ടുണ്ട് സർക്കാരി exam.com എന്നാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സൈറ്റ് ആണ്. നമ്മളെ പ്രിപ്പറേഷൻ ഇനി അങ്ങോട്ട് എല്ലാം നമ്മൾ അപ്ലൈ ചെയ്യാം കേട്ടോ. ഈ ഫ്രഷേഴ്സ്, നമ്മളിപ്പോ തുടക്കക്കാര് എല്ലാ എക്സാമും എന്ത് ചെയ്യണ്ട, അതിനു വേണ്ടി ഫോക്കസ് ചെയ്ത് പഠിക്കണം. നമ്മൾ സ്റ്റഡി പ്ലാൻ പഠിച്ചു പോവുക, അതിന്റെ ഇടയിൽ എക്സാം അപ്ലൈ ചെയ്യുക, പോയി എഴുതുക. ഓക്കെ, റിപ്പീറ്റർ ആകുമ്പോൾ, അതായത് ഓൾമോസ്റ്റ് ഒരു 90 ഡേയ്സ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം എക്സാംസിന് വേണ്ടിയിട്ട് പഠിക്കാൻ സമയം കിട്ടും. അപ്പൊ തുടക്കമാകുമ്പോൾ നമുക്ക് അന്നുള്ള ഷെഡ്യൂൾ തീർക്കാൻ തന്നെ അത്യാവശ്യം ടൈം ആവും. അപ്പൊ നമ്മളൊരു എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മളുടെ സിലബസ് ഒന്നും കംപ്ലീറ്റ് ആകില്ല. ഫ്രഷേഴ്സ് സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിച്ചാൽ മതി. റിപ്പീറ്റേഴ്സ് അവർക്ക് അറിയാം എന്താ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മളിപ്പോ ഈ സിലബസ് എടുക്കുമ്പോൾ നമ്മൾ ഡേ ഷെഡ്യൂൾ ഇടുമ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് പഠിച്ചു പോകാൻ ബുദ്ധിമുട്ടുള്ളവർ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. അതായത് ഒരു 3 ദിവസം കൂടുമ്പോൾ എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്ത് തീർത്തെടുത്ത് പോവുക. ഒരു 3 ദിവസം പഠിക്കുക, പിന്നെ ആ പഠിച്ചൊന്ന് റിവൈസ് ചെയ്യുക, പിന്നെ ഒരു 3 ദിവസം പഠിക്കുക, പിന്നെ ഒന്ന് റിവൈസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടാക്കി പോവാം. ഓക്കെ, ഓരോരുത്തർക്ക് അറിയാലോ എത്ര ദിവസം കൂടുമ്പോഴാണ് വേണ്ടത്, അവർക്ക് ഇത് പഠിക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ തുടക്കം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ ഒരു നാക്ക് കിട്ടി നമ്മൾ സെറ്റ് ചെയ്ത് പോകും. അപ്പൊ നമുക്ക് നമ്മൾ ഇന്നത്തെ ഷെഡ്യൂൾ ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മൾ പെർസെൻറ്റേജ് തുടങ്ങാം കേട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് കുറച്ച് ലെങ്ത് വീഡിയോ ആണ്. അതിന് ഫസ്റ്റ് 2.25 മണിക്കൂർ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാം. ബേസിക്സ്, വളരെ ബേസിക്സ് കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞു പോകുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ ലെവലായി വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ ഇവിടെ കുറച്ചൊക്കെ ഡിസ്കസ് ചെയ്ത് പോകാം കേട്ടോ ക്ലാസ്സിൽ. പിന്നെ ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ഓക്കെ, കമന്റിൽ ചോദിക്കുക, നമ്മളത് ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ B, ഇംഗ്ലീഷിൽ B ആൽഫബറ്റ് B പഠിക്കുക, കംപ്ലീറ്റ് പഠിക്കുക. 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ബ്ലാക്ക് ബുക്ക് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. പിന്നെ അനലോഗി 2 ക്ലാസ് 7, 8, ക്ലാസ് 7, 8 രണ്ടിന്റെ ലിങ്ക്, എല്ലാത്തിന്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ വേദിക് സിവിലൈസേഷൻ പഠിക്കുക, GK ആൻഷ്യന്റ് ഹിസ്റ്ററിയിൽ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഷെഡ്യൂൾ. ഓക്കെ, ഇതിലിപ്പോ മെയിനായിട്ട് വരുന്നത് പെർസെൻറ്റേജ് തുടങ്ങുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അത് തുടങ്ങിയിട്ട് 2.25 മണിക്കൂർ ഫസ്റ്റ് കവർ ചെയ്യുക. എന്നിട്ട് പറ്റുന്നവര് ആ ഒരു നോട്ടൊക്കെ എഴുതി വെച്ചാൽ വളരെ നന്നായിരിക്കും, പിന്നെ റിവൈസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പോൾ പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസ് പഠിക്കുന്നവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ അവരും പഠിക്കുന്നവർ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരും ഇത് ഫോളോ ചെയ്ത് പോയാൽ വളരെ നന്നായിരിക്കും. പിന്നെ ഇത്രേ പറയാനുള്ളൂ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പഠിച്ചു പോവുക. ഓൾ ദ ബെസ്റ്റ്.